നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള താരമാണ് ഉർവശി. ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങുന്നതിന് ഒരുപാട് കാലം മുമ്പ് അതുപോലെ സ്വാധീനമുണ്ടായിരുന്ന നായിക. സ്ക്രീനിൽ ഉർവശിക്ക് അസാധ്യമായതായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഏത് തരം വേഷവും ഉർവശിക്ക് ചേരും. സ്ഥിരം നായിക സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതായിരുന്നു ഉർവശിയുടെ കഥാപാത്രങ്ങൾ. അഭിനയ മികവിൽ ഉർവശിക്ക് പകരമായി മറ്റാരുമില്ലെന്നാണ് ആരാധകർ പറയുന്നത്. കോമഡിയും വൈകാരികതയും എല്ലാം ഒരുപോലെ വഴങ്ങുന്ന ഉർവശി നിരവധി അവസ്മരണീയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. തലയണ മന്ത്രം, മഴവിൽ കാവടി, സ്ത്രീധനം, ഭരതം, മിഥുനം തുടങ്ങിയ സിനിമകളിലെ ഉർവശിയുടെ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. ഉർവശിയുടെ വ്യക്തിജീവിതം ഒരു കാലത്ത് സിനിമാ ലോകത്തുണ്ടാക്കിയ കോളിളക്കങ്ങൾ ചെറുതല്ല. മനോജ് കെ ജയനുമായുള്ള വിവാഹവും വിവാഹമോചനവുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന സംഭവമായിരുന്നു. ഇപ്പോൾ ഉർവശിയുടെ മകൾ തേജലക്ഷ്മി അമ്മയുടെ പാത പിന്തുടർന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉർവശിയെ പോലെ മകളും കരിയറിൽ ഖ്യാതികൾ നേടുമോ എന്ന ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തേജലക്ഷ്മി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഉർവശിയും തേജലക്ഷ്മിയും ആദ്യമായി ഒരുമിച്ച് ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഒരു തമിഴ് മീഡിയയിലാണ് ഇവർ ഒരുമിച്ചെത്തിയത്. അഭിമുഖത്തിൽ ഇരുവരും പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സിനിമാ രംഗത്തേക്ക് വരാനുള്ള തീരുമാനത്തെക്കുറിച്ച് തേജലക്ഷ്മി സംസാരിച്ചു. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. സിനിമാ കരിയർ എങ്ങനെയാകും എന്നറിയില്ല. എല്ലാവരും പറയുന്നത് അമ്മ എത്ര വലിയ ആർട്ടിസ്റ്റാണ്, നീ എങ്ങനെ അഭിനയിക്കുന്നു എന്നത് കാണണമെന്നാണ്. ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം, നിങ്ങൾ വെറുതെ ഇരിക്കൂ എന്ന് പറയാനാണ് തോന്നാറെന്നും തേജലക്ഷ്മി വ്യക്തമാക്കി. അമ്മയുടെ കഥാപാത്രങ്ങൾ കാണുമ്പോൾ സിമ്പിളായി തോന്നും. അത് ചെയ്യുന്നത് സിമ്പിൾ ആണോ എന്നറിയില്ല. സിനിമകൾ ഞാൻ നിരീക്ഷിക്കും. ചെറുപ്പം തൊട്ടേ ഞാൻ അനുകരിക്കും. അമ്മ ഏത് കഥാപാത്രം കൊടുത്താലും എളുപ്പത്തിൽ ആ കഥാപാത്രമായി ജീവിക്കും. അത് എനിക്കും സാധിച്ചാൽ അത്രയ്ക്കും സന്തോഷമെന്നും തേജലക്ഷ്മി പറയുന്നു. അമ്മ സിനിമയിൽ 40 വർഷത്തോളം നിന്നു. അങ്ങനെ നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സംവിധായകർക്ക് അവരിൽ വിശ്വാസം വേണം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരു ഘട്ടത്തിൽ കരിയർ വിട്ടിട്ടുണ്ടെന്നും തേജലക്ഷ്മി ചൂണ്ടിക്കാട്ടി. വീട്ടിലെ വിശേഷം എന്ന സിനിമയെക്കുറിച്ച് ബോണി കപൂർ സാർ പറയുന്നത് ഞാൻ കേട്ടു. ശ്രീദേവി പോലും അമ്മയുടെ ഫാനായിരുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ അമ്മയാണോ ഇതെന്ന് തോന്നിപ്പോയി. എന്നാൽ അമ്മ വലിയ താരമാണ്, അതിനാൽ ഞാൻ ഇങ്ങനെ പെരുമാറണം എന്നൊന്നും ചിന്തിക്കുന്നില്ലെന്നും തേജലക്ഷ്മി വ്യക്തമാക്കി. മകൾ ഹ്യൂമർ നന്നായി ചെയ്യുമെന്നും ഉർവശി പറയുന്നു. എൻ്റെ അമ്മയിൽ നിന്നാണ് ഹ്യൂമർ സെൻസ് തലമുറകളായി ലഭിച്ചത്. ബാംഗ്ലൂരിൽ പഠിച്ചതിനാൽ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ ഒരു പരിധിവരെ മകൾക്ക് പറ്റുന്നുണ്ടെന്നും ഉർവശി വ്യക്തമാക്കി. മകൾ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യണമെന്നാണ് ആഗ്രഹം. ഒപ്പം വെറുതെ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ ചെയ്യരുത്. അത് എനിക്കും അവൾക്കും ഇഷ്ടമല്ല. സിനിമയുടെ വിജയത്തിന് കാരണമാകുന്ന കഥാപാത്രങ്ങളുണ്ട്, വിജയ സിനിമകളിൽ നിന്ന് വന്നു പോകുന്ന കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തേതാണ് തനിക്കിഷ്ടമെന്നും ഉർവശി വ്യക്തമാക്കി. മകൾ സിനിമാ രംഗത്തേക്ക് വരുന്നതിനെ ആദ്യം ഞാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്നും ഉർവശി പറയുന്നു. ആർട്ടിസ്റ്റുകളുടെ മക്കളാകുമ്പോൾ താരതമ്യം ഉണ്ടാകും. ഒന്നും വേണ്ട, നീ പഠിച്ചിട്ട് ജോലിക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം അതാണ്. നന്നായി പഠിച്ച ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിക്ക് പോയി. അതിനുശേഷമാണ് എല്ലാവരും ചോദിക്കുന്നതെന്ന് പറഞ്ഞ് സിനിമാ മോഹം തന്നോട് മകൾ പറഞ്ഞതെന്നും ഉർവശി വ്യക്തമാക്കി. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.